നമസ്തേ, നമസ്കാരം. അപ്പോൾ മാർക്കോ എന്ന് പറയുന്ന ആ ഒരു ചിത്രം തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിനിമയുടെ റിവ്യൂവിന് വേണ്ടി ചെന്നാണ്. അപ്പോഴാണ് സിനിമാ മേഖലയുമായി ബന്ധമുള്ള ഒത്തിരി സിനിമകൾ ചെറിയ വേഷങ്ങൾ ചെയ്ത ഒരു സുഹൃത്തിനെ കാണാൻ സാധിച്ചത്. എന്താണ് സിനിമാ മേഖലയോടുള്ള നേർക്കാഴ്ച എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ചിത്രം റിലീസ് ആയതിനു ശേഷം ആ ഒരു ചിത്രം കാണാതെ തന്നെ ഡീഗ്രേഡ് അടിക്കുന്ന അമ്മാവന്മാരെ കുറിച്ച് എന്താണ് ചേട്ടൻ പറയാനുള്ളത്? ഉദരനിമിത്തം ബഹിർകൃത വേഷം. ആദ്യം എനിക്ക് പറയാനുള്ള അതാണ്. അതായത് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ 62 വർഷമായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമയ്ക്കുള്ള സിനിമ എന്താണെന്ന് ആ കാലഘട്ടങ്ങളിൽ അറിയാൻ ശ്രമിച്ചിട്ടില്ല. ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചോളം സിനിമയ്ക്കുള്ളിലുള്ള സാങ്കേതിക കാര്യങ്ങളോ എഡിറ്റിംഗ് കാര്യങ്ങളോ മറ്റുള്ള ഇതൊന്നും അന്ന് നോക്കേണ്ട കാര്യമില്ല. അന്ന് നടനും കൂടിയുള്ള സംവിധായകൻ ഐ വി ശശിയൊക്കെ ആയപ്പോഴാണ്, പത്മരാജനൊക്കെ ആയപ്പോഴാണ് ഞാൻ സംവിധായകനിലേക്ക് വന്നത്. ജോഷി സാറ് ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴാണ് സംവിധായകൻ ആരാന്ന് പറഞ്ഞിട്ട് സിനിമ കാണാൻ തുടങ്ങി. അതിന് മുമ്പൊക്കെ ഞാൻ നടന്മാരുടെ പേരിലാണ്. നസീർ സാറ്, മധു സാറ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ പടം, ജയൻ, അങ്ങനെ സത്യം മാഷ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേര് കാണുമ്പോൾ നമ്മൾ പടം കാണാൻ തിയേറ്ററിൽ ചെല്ലും. അന്നത്തെ കാലഘട്ടം അതായിരുന്നു. അതിനുശേഷം ഞാൻ സിനിമയോടൊപ്പം ഒരുപാട് സഞ്ചരിച്ചു. അതായത് ഇംഗ്ലീഷ് സിനിമകൾ, ഹിന്ദി സിനിമകൾ, തമിഴ് സിനിമകൾ, മലയാള സിനിമകൾ, ഇങ്ങനെ ഞാൻ 4 ഭാഷയിലുള്ള സിനിമകൾ ഞാൻ കാണാൻ തുടങ്ങി. അത് പറയുകയാണെങ്കിൽ ഞാൻ കണ്ട സിനിമയുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു ഗിന്നസ് ബുക്കിൽ വരാൻ അർഹതയുള്ള ഒരാളാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ മമ്മൂക്കയുടെ 329 പടം ഇതുവരെ കണ്ടു. ആ 329 പടം കണ്ടത് ഞാൻ എങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മമ്മൂക്കയുടെ ഒരു മാഗസീനിൽ മമ്മൂക്ക അഭിനയിച്ച പടങ്ങളുടെ ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ അത് ടിക്ക് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ 329 ആയിട്ടുണ്ട്. സ്റ്റാർ ഡസ്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് അത് കണക്ക്. അപ്പോൾ മറ്റുള്ളവരെ എടുക്കുകയാണെങ്കിലും പറയുമെങ്കിൽ അതേപോലെയൊക്കെ. ഇപ്പോൾ ലാലേട്ടൻ മഞ്ഞ് വരുന്ന പൂക്കളിലൂടെ വന്നു. അതിനുശേഷം ലാലേട്ടൻ്റെ 90% പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. 90% പടങ്ങൾ കണ്ടിട്ടുണ്ട്. കമലഹാസൻ്റെ ആയാലും ഒരു 80% പടങ്ങൾ കണ്ടിട്ടുണ്ട്. ശിവാജി ഗണേശൻ്റെ ഒരു 60% പടങ്ങളുണ്ട്. പിന്നെ MGRൻ്റെ ഒരു 70% പടങ്ങൾ കണ്ടിട്ടുണ്ട്. MGRൻ്റെ, ശിവാജി ഗണേശൻ്റെയൊക്കെ ആരാധകനായിരുന്നു ഞാൻ. അവരുടെ സിനിമകൾക്കെല്ലാം അതിനൊക്കെ ഒരു സതുദ്ദേശ ചിത്രങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമകളെല്ലാം ഫീച്ചർ ഫിലിം എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ചേട്ടനോട് ചോദിച്ചത്, ഡീഗ്രേഡ് അടിക്കുന്ന അമ്മാവന്മാർക്ക് എതിരെ എന്താണ് പറയാനുള്ളത്? അവർ ആക്ച്വലായിട്ട് സിനിമ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഒരു സിനിമയ്ക്കുള്ളിലുള്ള അധ്വാനം, അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ അതിൻ്റെ പ്രൊഡ്യൂസർ വരെ അനുഭവിക്കുന്ന ടെൻഷൻ, സാമ്പത്തികം, മാനസികം, ശാരീരികം ആയിട്ട് അനുഭവിക്കുന്ന ടെൻഷനൊന്നും ഈ ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വളരെയധികം സത്യസന്ധമായ മൂല്യവത്തായ വാക്കുകളാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു ചിത്രം റിലീസിങ്ങിന് ഒരുങ്ങുമ്പോൾ, റിലീസിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്ത് അത് തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുമ്പോൾ ആ ഒരു ചിത്രം കാണുന്നതിന് മുന്നേ തുടങ്ങി ഡീഗ്രേഡ് അടിക്കുന്ന ഒത്തിരി മോശവത്തായ രീതിയിലുള്ള മീഡിയാസും, അതോടൊപ്പം തന്നെ ഒരു വലിയ മാഫിയയുടെ വലിയൊരു വലയം തന്നെ ആ ഒരു ചിത്രം നശിപ്പിക്കുന്നതിന് വേണ്ടി, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ഒരു ലൊക്കേഷനിലെങ്കിലും അവർ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ അഭിപ്രായങ്ങൾ ചിലപ്പോൾ മാറ്റേണ്ടി വരും. സിനിമ എന്താണെന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കണം. വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഓരോ ദിവസവും തള്ളി നീക്കിയതിന് ശേഷമാണ് ഒരു സിനിമ റിലീസിംഗ് ഡേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ പറയുമ്പോൾ ചായക്കപ്പ് മുതൽ താങ്ങുന്നത് മുതൽ ക്യാമറ, ഡയറക്ഷൻ, മ്യൂസിഷ്യൻ, അതിലെ ചെറിയ ചെറിയ തൊഴിലാളികളടക്കം അവരുടെ ചങ്കിനിട്ടടിക്കുന്ന രീതിയിലാണ് ഒരു ചിത്രം റിലീസിങ്ങിന് ശേഷം ആദ്യ ദിവസം തന്നെ ഡീഗ്രേഡ് അടിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെ നമ്മൾ പ്രതികരിച്ചേ പറ്റുള്ളൂ. കാരണം സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവിതമാർഗ്ഗമാണ്. അതിനകത്ത് നല്ലതും ചീത്തയായ കാര്യങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ നല്ലതിൻ്റെ പുറകെ മാത്രം പോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം വെച്ചാൽ അത് നമ്മുടെ ഓരോരുത്തരും മനസ്സിൻ്റെ നില പോലെയാണ്. നമ്മൾ നല്ലതിനോട് പ്രതികരിക്കണം, ചീത്തതിനോട് പ്രതികരിക്കുക എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഓരോരുത്തരുടെ മാനസിക നില അനുസരിച്ചാണ് ചെയ്യുന്നത്. ഇതിനകത്ത് കുറേ പേര് വന്നിട്ട് ഡീഗ്രേഡ് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ വയറ്റിപ്പഴപ്പാണ്. അതായത് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ കാണുന്ന വേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും അധികം അറിയപ്പെടുന്ന സിനിമാ മേഖലയുള്ളവരും രാഷ്ട്രീയ നേതാക്കളുമാണ്. സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയിലെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുങ്ങളെല്ലാം പാവപ്പെട്ടവരാണ്. സിനിമാ നടന്മാരെന്ന് പറഞ്ഞാൽ അവർ കലാകാരന്മാരാണ്. ഒരാളിപ്പോൾ അവരെക്കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മൈൻഡ് ചെയ്യില്ല. ഉദാഹരണമായിട്ട് ലാലേട്ടനെ കുറിച്ചൊക്കെ എന്തോരം പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല നടന്മാരെ കുറിച്ചൊക്കെ പല മോശം അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അവരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അതിൻ്റെ പുറകെ പോകുന്നില്ല.
ശരിക്കും ഡീഗ്രേഡ് അടിക്കുന്നതിന് വൻ മാഫിയ തന്നെ ഓൺലൈനായിട്ടും അല്ലാതെയും സിനിമ റിലീസിങ് ദിവസം മുതൽ ചിത്രം കാണാതെ തന്നെ ഡീഗ്രേഡ് അടിക്കുന്ന ഒത്തിരി സുഹൃത്തുക്കളെ നമുക്ക് ഇവിടെ നിലവിൽ കാണാറുണ്ട്. അതിനൊരു കാരണമുണ്ട്. നമ്മളൊരു തിയേറ്ററിൽ വെള്ളിയാഴ്ച ദിവസം ഒരു 5 പടം റിലീസായെന്ന് വിചാരിക്കാം. ഈ 5 പടത്തിൻ്റെ ആൾക്കാർ 5 പടത്തിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുണ്ട്, നടീയന്മാരുണ്ട്, സാങ്കേതികരുണ്ട്, പ്രൊഡ്യൂസർമാരും, അവരുടെ ഒരു ഗ്രൂപ്പെല്ലാം ഉണ്ടാവും. അവർ ഫസ്റ്റ് ഡേയിൽ വന്ന് തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടു കഴിയുമ്പോൾ ബാക്കി 4 പടത്തിൻ്റെ ആൾക്കാരും ഈ ഒരു പടത്തിൻ്റെ ശത്രുവാണ്. അതാണ് അതിൻ്റെ രഹസ്യം. 4 പടത്തിൻ്റെ ആൾക്കാരും ഈ പടം നന്നായി ഓടുന്നു, നന്നാണെന്ന് പറയാനായിട്ട് സമ്മതിക്കില്ല. സത്യം പറഞ്ഞാൽ ഒരു നല്ല സിനിമയെ അല്ല അവർ പ്രോത്സാഹിപ്പിക്കുന്നു. അതിലെ നടനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറെയോ അതല്ലെങ്കിൽ അതിലെ മ്യൂസിഷ്യനെയോ ആർക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് അവർ മറ്റുള്ള സിനിമകളെ ഡീഗ്രേഡ് അടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു നല്ല നടനുണ്ട്, നല്ല ഡയറക്ടറുണ്ട്, നല്ല മ്യൂസിഷ്യനുണ്ട്, നല്ല പ്രൊഡക്ഷൻ കൺട്രോളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു സിനിമ ആവില്ല. എന്തുകൊണ്ടാണ്? നല്ലൊരു പ്രൊഡ്യൂസർ വേണം. സിനിമ എന്ന് പറയുന്ന ഒരു സിനിമ യാഥാർത്ഥ്യമാണെങ്കിൽ നല്ലൊരു പ്രൊഡ്യൂസറാണ് ആദ്യം വേണ്ടത്. അപ്പോൾ പ്രൊഡ്യൂസർ ഇല്ലാത്ത ബാക്കി എല്ലാം ഉണ്ടായിട്ടും യാതൊരുവിധ കാര്യമില്ല. പ്രൊഡ്യൂസറാണ് ആദ്യം വേണ്ടത്. ഇന്ന് പ്രൊഡ്യൂസർ ഇല്ലാത്തതുകൊണ്ട് പല പ്രൊജക്റ്റുകളും സ്വപ്നങ്ങളായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. കാരണം ഈ പുതിയ ആൾക്കാർ വരുന്ന അവരിൽ കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഒക്കെ ഉണ്ട്. ഒരു കഥ എഴുതി വെച്ചിട്ട് പ്രൊഡ്യൂസർ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അവൻ ഒരു ഷോർട്ട് ഫിലിം പോലും ചെയ്തിട്ടില്ല. ഒരു ഷോർട്ട് ഫിലിം പോലും ചെയ്യുമോ? അഭിനയത്തിൻ്റെ ABCD അറിയാൻ പാടില്ല, എക്സ്പീരിയൻസ് ഇല്ല, ഒന്നുമില്ല. അവനൊരു കഥ കയ്യിലും വെച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ എൻ്റെ കഥ ഭയങ്കര ലോകപ്രസ്ഥമാണ്, ഈ കഥ വന്നു കഴിഞ്ഞാൽ ഈ ലോകം ഞെട്ടും എന്നൊക്കെ അവൻ സ്വയം അങ്ങ് പറയാണ്. എന്നിട്ട് അവർ പറയും എൻ്റെ ആളുടെ ഡേറ്റ് വേണം, മമ്മൂട്ടിയുടെ ഡേറ്റ് വേണം, ലാലേട്ടൻ്റെ ഡേറ്റ് വേണം, പിന്നെ സൂപ്പർ സ്റ്റാറുകളിലൊക്കെ ഡേറ്റ് വേണം, എൻ്റെ ബഡ്ജറ്റ് 200 കോടിയാണ്, 100 കോടിയാണ്, ഇതൊക്കെ പറയും. സത്യത്തിൽ ഏതൊരു മേഖല കൈ കടത്തണമെങ്കിലും എക്സ്പീരിയൻസ് ആണ് മെയിനായിട്ട് വേണ്ടത്. ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ് ഈ ഒരു തലമുറയുടെ ഒരു ശാപം. അല്ല, എനിക്ക് പറയാൻ പറ്റും, ചില ആൾക്കാർ എക്സ്പീരിയൻസ് ഒന്നും അവരിതിനെക്കുറിച്ച് പഠിക്കും. തിയററ്റിക്കലായിട്ട് അവർ പഠിച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർക്ക് കിട്ടുന്നില്ല. കിട്ടാതെ ആണെങ്കിൽ പോലും ഇതിൻ്റെ സിനിമയെക്കുറിച്ചുള്ള ഇതിനെക്കുറിച്ചും അതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചും എല്ലാം അവർ പഠിക്കുന്നുണ്ട്. തിയററ്റിക്കലായിട്ട് അവർ പഠിച്ചിട്ടാണ് അവർ ചിലപ്പോൾ സിനിമ എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന സിനിമ പല സിനിമകളും വിജയിച്ചിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ സിനിമ ചെയ്ത ആൾക്കാരുടെ പടങ്ങളും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരു പ്രൊഡ്യൂസറാണ് വേണം. പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് ഞാനൊരു പടം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വിശ്വാസം വേണം എനിക്ക്. നിങ്ങളുടെ വിശ്വാസം ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചിട്ടാണ് ഇതിന് വേണ്ടി പൈസ മുടക്കുന്നത്? ഞാൻ പൈസ കൊടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ എന്നെ അറിയാവുന്ന, എൻ്റെ കഴിവിനെ അറിയാവുന്ന ആൾക്കാർ വന്നിട്ടാണ് എൻ്റെ കഥയെക്കുറിച്ച് കേൾക്കും, അതിൻ്റെ കാസ്റ്റിംഗ് ക്രൂ എന്താണ്, അതിൻ്റെ ആർട്ടിസ്റ്റ് ഏത് വേണം, ഇതെല്ലാം തീരുമാനിക്കുന്ന അങ്ങനെ ഒരു അവസരത്തിലേക്ക് വരുമ്പോഴാണ് ഒരു സിനിമ യാഥാർത്ഥ്യമാകുന്നത്. അത് തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ 2 കോടിയുടെ അയക്കാം, 3 കോടിയുടെ അയക്കാം, 5 കോടിയാകും, 10 ആകും, അങ്ങനെ അത് 200 കോടി 100 കോടി ആ ലെവലിലൊക്കെ പോകുന്ന പടങ്ങളുണ്ട്, നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള പടങ്ങൾ തിയേറ്റർ വന്നു കഴിയുമ്പോൾ ഒരു മാനദണ്ഡവും പാലിക്കാതെ, ഒന്നും പാലിക്കാതെ വന്നിട്ട് ആ പടം വ്യക്തിഗത നടത്തുന്ന ആൾക്കാരാണ്. അതായത് അതിൽ അഭിനയിച്ച നടനെ പേഴ്സണലായിട്ട് വ്യക്തിഗത നടത്തുന്ന ചില ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ജീവിച്ചോ, പക്ഷെ മറ്റുള്ളവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ട് വേണ്ട ജീവിക്കാൻ. ഈ ഒരു പ്രായത്തിലും സിനിമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നേർക്കാഴ്ച തുറന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂഷൻ.